ഈ ഗർഭിണിയായ പെൺകുട്ടി ആ നിമിഷം പേടിച്ചു മരവിച്ചു പോയിരുന്നു. കട്ടിയുള്ള ഒരു മരക്കൊമ്പ് അവളുടെ വയറിനു മുന്നിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. അതേസമയം പ്രളയജലം അതിവേഗം കാറിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. ഇനി കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ അവൾ വെള്ളത്തിനടിയിലാകും. അപ്പോഴാണ് രണ്ടു നാട്ടുകാർ ഒരു ബോട്ടുമായി അവിടേക്കെത്തിയത്. പെൺകുട്ടിയുടെ നിലവിളി കേട്ടതും ഒരാൾ വെള്ളത്തിലേക്ക് ചാടി കാറിനടുത്തേക്ക് നീന്തിയെത്തി. വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഒരിഞ്ചുപോലും അനങ്ങിയില്ല. അവൻ കൂട്ടുകാരനോട് ഉപകരണങ്ങൾ കൊണ്ടുവരാൻ വിളിച്ചു. പക്ഷേ അടുത്ത നിമിഷം വെള്ളത്തിലൊരു വലിയ ശബ്ദം. കൂട്ടുകാരൻ പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് അപ്രത്യക്ഷനായി. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അവൻ വീണ്ടും പൊങ്ങി വന്നു. പക്ഷേ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടി. അവന്റെ ഒരു കൈ തന്നെ കാണാനില്ലായിരുന്നു. ശരീരത്തിൽ നിന്നുള്ള രക്തം വെള്ളത്തിലാകെ പടർന്നു. രണ്ടാം നിലയിലെ ജനലിലൂടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കെല്ലി പേടിച്ച് നിലവിളിച്ചു. കാരണം വെള്ളത്തിൽ സ്രാവുണ്ട്. പക്ഷെ മുന്നറിയിപ്പ് നൽകാൻ അവൾ വൈകിപ്പോയിരുന്നു. അടുത്ത നിമിഷം വെള്ളത്തിനടിയിലൂടെ ഒരു ഭീമാകാരമായ കറുത്ത നിഴൽ നീങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പേ ആ മനുഷ്യനെയും എന്തോ വെള്ളത്തിനടിയിലേക്ക് വലിച്ചിഴച്ചു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ബാക്കിയുണ്ടായിരുന്നത് രക്തം കലർന്ന വെള്ളം മാത്രം. ഇതെല്ലാം കണ്ട കെല്ലി ഭയന്നു വിറച്ചു. ചെറുപ്പം മുതലേ വളരെ പേടിയുള്ള സ്വഭാവമായിരുന്നു അവൾക്ക്. ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പോലും അവൾ ഭയപ്പെട്ടിരുന്നു. പക്ഷെ അപ്പോഴാണ് കാറിനുള്ളിൽ കുടുങ്ങിയ പെൺകുട്ടിയുടെ വീണ്ടും ഒരു നിലവിളി കേട്ടത്. അവളിപ്പോൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകാൻ പോകുകയായിരുന്നു. ഇത്തവണ കെല്ലി തന്റെ പേടി മറന്ന് ധൈര്യം കാണിച്ചു. അടുക്കളയിൽ നിന്ന് ഒരു വലിയ കത്തിയെടുത്ത് പതുക്കെ താഴെയുള്ള ലോഹ മേൽക്കൂരയിലേക്ക് ഇറങ്ങി. പക്ഷെ താഴെ അവളെ കാത്തിരുന്നത് അതിലും വലിയ അപകടമായിരുന്നു. എന്നിട്ടും കെല്ലി നിർത്തിയില്ല. ജീവൻ പണയം വെച്ച് അവൾ കാറിനടുത്തെത്തി. കത്തി ഉപയോഗിച്ച് കാറിന്റെ മേൽക്കൂര മുറിക്കാൻ തുടങ്ങി. ഒടുവിൽ മേൽക്കൂര തുറന്നു. പെൺകുട്ടിയെ കുടുക്കിയിരുന്ന മരക്കൊമ്പും അവൾ വെട്ടിമാറ്റി. അങ്ങനെ അവസാനം ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. ഇരുവരും ജീവനും കൊണ്ട് വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. പക്ഷെ അവരുടെ ദുരിതം അവിടെ അവസാനിച്ചിരുന്നില്ല. പ്രളയജലം കൂടുതൽ ശക്തിയായി വീടിന്റെ ചുവരുകളിൽ ഇടിച്ചുകൊണ്ടിരുന്നു.